ഹായ് വെൽക്കം ബാക്ക് ടു കൂൾ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ തട്ടുകട സ്റ്റൈലിലൊരു പഴംപൊരിയാണ് ചെയ്യാൻ പോണത്. അത് നന്നായിട്ട് കിട്ടാനുള്ള കുറച്ച് ട്രിക്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുകയാണ് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ് തന്നെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഒരു 5-6 മണിക്കൂറിന് മുന്നേ. ഇപ്പം നമ്മുടെ കയ്യിൽ ദോശമാവൊന്നുമില്ല, സോഡാപ്പൊടി നമുക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ പഴംപൊരി നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ ചേർക്കാൻ പറ്റിയ ഒരു കൂട്ട് തന്നെയാണിത്. ഒരു 5-6 മണിക്കൂറിന് മുമ്പേ കുറച്ച് മൈദ എടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഏലക്കാപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് കിട്ടുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു മിക്സിങ്ങിലാണ് നമുക്ക് ഇനി പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരാനുള്ള വേറൊരു സീക്രട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 4 മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കണം. ഈ 4 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നമുക്കൊരു നമ്മുടെ പരുവത്തിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതാ ഇപ്പോൾ നമ്മുടെ മാവ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒരു പാനിൽ ഒഴിക്കാം. ഇതാ ഇപ്പോൾ പഴമൊക്കെ ഞാൻ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ സൈസിന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായൊന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടൊരു സ്പൂണിൽ കുറച്ച് മാവെടുത്തൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക. അപ്പോൾ അത് പൊങ്ങി വരികയാണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം പതുക്കെ മീഡിയത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ മൈദ അങ്ങനെ 6 മണിക്കൂർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചേർത്തത് കൊണ്ടാണ്. ഇത് നമ്മുടെ പഴംപൊരി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, നന്നായിട്ട് പൊങ്ങിയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് മാറ്റാം. ഞാൻ ഒരു പഴം ഇങ്ങനെ 3ആയിട്ട് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, മതി, നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എല്ലാ പഴംപൊരിയും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.